ഇന്ന് നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ, പക്ഷേ നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കാൻ തുടങ്ങിയാൽ, കർത്താവിൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ നന്മ കൊണ്ടല്ല, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ നിങ്ങളെ അത്ഭുതകരമായി എൻ്റെ പിതാവ് നടത്താൻ പോകുക. ആമേൻ. നിങ്ങളുടെ മധ്യസ്ഥനായി ക്രിസ്തുവിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്താട്ടെ. നിങ്ങളുടെ മധ്യസ്ഥനായി ക്രൈസ്റ്റിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താട്ടെ. ആ ക്രൈസ്റ്റിനെ നിങ്ങളൊന്ന് സ്വീകരിച്ചാട്ടെ. ക്രിസ്തുവിൽ നിറഞ്ഞാട്ടെ. നിങ്ങളുടെ സകലത്തിൻ്റെയും സൊല്യൂഷനായ ക്രിസ്തുവിനെ നിങ്ങളൊന്ന് സ്വീകരിച്ചാട്ടെ. ആ ക്രിസ്തുവിലൊന്ന് നിറയപ്പെട്ടാട്ടെ. ആ ക്രിസ്തുവിനോട് ചേർന്ന് നടന്നാട്ടെ. സുക്കോത്ത് എന്നാൽ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ബൂട്ട്സ്, കൂടാര പെരുന്നാൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ജോൺ ചാപ്റ്റർ 7:2 വചനം ഇങ്ങനെ പറഞ്ഞേ, നൗ ദ ജൂസ് ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ വാസ് നിയർ. എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു. ആ അധ്യായത്തിന് അതിങ്ങനെ പറയുന്നത്, യേശുവിൻ്റെ സഹോദരന്മാർ യേശുവിനോട്, നീ ചെയ്യുന്ന പ്രവർത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് ഇവിടെ വിട്ട് യഹൂദയിലേക്ക് പോകുക. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നതില്ല. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. എന്നാൽ യോഹന്നാൻ സുവിശേഷം 7:8 വാക്യത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞേ, നിങ്ങൾ പെരുന്നാളിന് പോകുവിൻ, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല. ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് യേശു ഗലീലയിൽ തന്നെ പാർത്തു. 10 വാക്യത്തിനകത്ത് പറയുന്നു, യേശുവിൻ്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം യേശു പരസ്യമായിട്ടല്ല രഹസ്യത്തിൽ എന്ന പോലെ പോയി എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിളിനെ കുറിച്ച്, കൂടാര പെരുന്നാളിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇത് മോശ യഹോവയുടെ ഗൈഡൻസ് പ്രകാരം കെട്ടിയ ആ സമാഗമന കൂടാരത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലേവ്യ പുസ്തകം 23 അധ്യായം അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുൾ ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം യഹോവയ്ക്ക് കൂടാര പെരുന്നാൾ ആകുന്നു. 1-ാം ദിവസത്തിൽ വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. ഹല്ലേലൂയ. അപ്പോൾ കൂടാര പെരുന്നാളിൽ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ തുടങ്ങുന്നത് 7-ാം മാസം 15-ാം തീയതിയാണ്. അത് മന്ത് ഓഫ് തിഷരി മാസത്തിലാണ് ഇവർ കൂടാര പെരുന്നാൾ ആരംഭിക്കുന്നത്. അത് യഹൂദന്മാരുടെ 3 തീർത്ഥാടക പെരുന്നാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്നാണ് ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ 3 പിൽഗ്രിമേജ് ഫെസ്റ്റിവൽ. ഈ തീർത്ഥാടക പെരുന്നാൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ എവിടെ നിന്നൊക്കെയാണോ ചിതറിപ്പാർക്കുന്നത് അവിടെ നിന്നെല്ലാം കൂടി വന്ന് ഒരുമിച്ച് ചേർന്ന് ആരാധിക്കുന്ന പെരുന്നാളാണ് തീർത്ഥാടക പെരുന്നാൾ. ആദ്യത്തെ 1-ാമത്തെ ദിവസം അവസാനത്തെ ദിവസം എന്ന് വെച്ചാൽ അവരുടെ ശബത്ത് തുടങ്ങി അടുത്ത ശബത്ത് വരെയാണ് ഈ പെരുന്നാൾ ഇവർ ആഘോഷിക്കുന്നത്. ആദ്യത്തെ 1-ാമത്തെ ദിവസം അവർ വിശുദ്ധ സഭായോഗം ഉണ്ടായിരിക്കും. അന്നത്തെ ദിവസം സാമാന്യ വേലയൊന്നും ചെയ്യരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം ഇതെല്ലാം അവർക്കൊരു കമാൻഡ്മെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിളിൻ്റെ പ്രത്യേകത എന്താ? ഇതൊരു വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്. ഇവരുടെ ഒരു വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവം കൂടിയാണ് ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ എന്ന് പറയുന്നത്. ലെവിറ്റിക്സ് അത് 23-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം 7-ാം മാസം 15-ാം തീയതി യഹോവയ്ക്ക് 7 ദിവസം ഉത്സവം ആചരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം 7-ാം മാസം 15-ാം തീയതിയാണ് ഇവർ ഈ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ ആഘോഷിക്കുന്നത്. ഇവർ 7 ദിവസം ഈ കൂടാര പെരുന്നാൾ ആഘോഷിച്ചതിന് ശേഷം 8-ാമത്തെ ദിവസം ഇവർക്ക് ഉത്സവം കൂടിയുണ്ട്. ആ ഉത്സവത്തിന് ഷെമിനി അസ്രത്ത് എന്നാണ് ആ ഉത്സവത്തിൻ്റെ പേര് പറയുന്നത്. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 37-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യഹോവയുടെ ശബത്തുകളും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ എല്ലാ നേർച്ചകളും നിങ്ങൾ യഹോവയ്ക്ക് കൊടുക്കുന്ന സകല സ്വമേധാദാനങ്ങളും കൂടാതെ അതത് ദിവസത്തിൽ യഹോവയ്ക്ക് ദഹനയാകും, ഹോമയാകും, ഭോജനയാകും, പാനീയാകും അർപ്പിക്കേണ്ടതിന് വിശുദ്ധ സഭായോഗങ്ങളെ വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ ഇവ തന്നെ. അപ്പം യഹോവയുടെ ഉത്സവത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് വചനത്തിനകത്ത് പറയുന്നുണ്ട്. അടുത്ത വേർഡിനകത്ത് പറയുകയാണ്, ആദ്യ ദിവസം വിശുദ്ധ സ്വസ്ഥതയുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ വലിയ ശബത്തിൻ്റെ ദിവസമാണ് ആദ്യത്തെ ദിവസം. 8-ാം ദിവസം വിശുദ്ധ സ്വസ്ഥത ഉണ്ടായിരിക്കണം. അപ്പം ആദ്യത്തെ വിശുദ്ധ ശബത്തിൻ്റെ ഡേറ്റ് തൊട്ട് 8-ാമത്തെ ദിവസം വിശുദ്ധ സബത്ത് വരെയാണ്. ആ
ഡ്യൂറേഷനുള്ള 7 ദിവസമാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. 8ാമത്തെ ദിവസത്തെ ഉത്സവത്തിൻ്റെ പേരാണ് ഷെമനി അസറത്ത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈന്തപ്പനയും കുരുത്തോലയും തഴച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലിരിയും എടുത്തുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിക്കണം. അപ്പം ഉത്സവത്തിനകത്തെല്ലാം യഹോവ പറയുന്നൊരു കാര്യമാണ്, യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കണം. അവിടെ നമ്മൾ ദുഃഖപ്പെടുവാനായിട്ടുള്ളതല്ല, പ്രയാസപ്പെടുവാനായിട്ടുള്ളതല്ല, യഹോവയുടെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ വേണ്ടിയിട്ടാണ് യഹോവ ഈ ഉത്സവങ്ങളെ അധികമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ കൂടാരം എന്ന് പറഞ്ഞാൽ 3 ഭിത്തികളുള്ള ഒരു കുടിലാണ് ഇവരുണ്ടാക്കുന്നത്. ഈ കുടിലിന് മേൽക്കുര ഉണ്ടായിരിക്കത്തില്ല. ഈ മേൽക്കുരയ്ക്ക് പകരം ഇവർ വൈക്കോൽ കൊണ്ടോ ഇലകൾ കൊണ്ടോ മുകളിലത്തെ ഭാഗം അത് മൂടി വെക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ 3 ഭിത്തികളുണ്ടായിരിക്കും, അതിന് മേൽക്കൂര ഉണ്ടായിരിക്കത്തില്ല. ഈ മേൽക്കൂര ഇവർ വൈക്കോൽ കൊണ്ടോ ഇലകൾ കൊണ്ടോ മൂടുന്ന അങ്ങനെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ബൂത്താണ് ഇവർ ഉണ്ടാക്കുന്നത്. ഈ ടാബർനാക്കിൾ എന്ന പദത്തിൻ്റെ അർത്ഥം താൽക്കാലികമായിട്ടുള്ള വാസസ്ഥലം എന്നാണ്. ടെമ്പററി റെസിഡൻസ് അല്ലെങ്കിൽ ടെമ്പററി ബൂട്ട്സ് എന്നാണ് ടാബർനാക്കിൾ എന്ന പദത്തിൻ്റെ അർത്ഥം. സ്ഥിരമായിട്ടുള്ളതല്ല, ഇത് താൽക്കാലികമായിട്ടുള്ളതാണ്. ഇവർ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ ആഘോഷിക്കാൻ കാരണം ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ അവിടെ കൂടാരം അടിച്ചു പാർത്തു. അത് നമുക്ക് 41, 42 വാക്യങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. സംവത്സരം തോറും 7 ദിവസം യഹോവയ്ക്ക് ഉത്സവം ആചരിക്കണം. ഇത് തലമുറയെ നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം. 7ാം മാസത്തിൽ അത് ആചരിക്കണം. 42ാമത്തെ വാക്യം പറഞ്ഞു, ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. ലെവിറ്റിക്സ് chapter 23 verse 42, you shall dwell in booths 7 days. All that are born Israel shall dwell in booths, so that your generation may know that I made the children of Israel dwell in booths when I brought them out of the land of Egypt. I am the Lord your God. വചനം ഇങ്ങനെ പറയുന്നത്, ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എന്ന് നിങ്ങളുടെ സന്തതി അറിയുവാൻ നിങ്ങൾ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കണം. ഇസ്രായേലിലെ സ്വദേശികളൊക്കെയും കൂടാരങ്ങളിൽ പാർക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്നറിയാം, ഇവരുടെ വീട് വാസസ്ഥലങ്ങൾ വിട്ടിട്ട് ഇങ്ങനെ ടെമ്പററി ഷെഡ് ഇവർ അടിക്കുക. 3 ഭിത്തികളുള്ള ടെമ്പററി ഷെഡ് അടിക്കുന്നു. അതിന് മേൽക്കൂരയില്ല, അതിന് പകരം പുല്ല് വൈക്കോല് കൊണ്ടൊക്കെ അത് മേൽക്കൂര ഇങ്ങനെ മൂടി വെക്കുന്നത്. ഇവരെന്ത് ചെയ്യും, കുടുംബമായി ഇതിനകത്ത് വരണം. 7 ദിവസം ഇതിനകത്താണ് ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ ആഘോഷിക്കുന്നത്. ഇത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കളെ മിസ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. 7 ദിവസം ഇവർ ഈ കൂടാരങ്ങളിൽ പാർത്ത് ഇവരുടെ കുഞ്ഞുങ്ങളോട് ഇവരുടെ തലമുറകളെ പഠിപ്പിക്കുന്നത് ഇതാണ്. മിസ്രൈമിൽ അടിമത്വത്തിലായിരുന്നു. 430 വർഷം ഞങ്ങൾ അടിമത്വത്തിലായിരുന്നു. ഈ അടിമത്വത്തിൽ നിന്ന് യഹോവയാം ദൈവം ഞങ്ങളെ വിടുതലാക്കി. ഈ ദൈവം ഞങ്ങളെ മരുഭൂമിയിലൂടെ നടത്തി, ഞങ്ങളെ മന്ന കൊണ്ട് പോഷിപ്പിച്ചു, ഞങ്ങൾക്ക് കാട് ഇറച്ചികൾ തന്നു, ഞങ്ങൾക്ക് പാറയിൽ നിന്ന് വെള്ളം തന്നു, ഞങ്ങളെ സമൃദ്ധിയായി നടത്തി, ഞങ്ങളെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു എന്ന് തൻ്റെ തലമുറകളെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി ഇവർ 7 ദിവസം കൂടാരങ്ങളിൽ പാർക്കും. ഇവർക്ക് സകല സമ്പത്തും ഉണ്ടായിരിക്കാം, ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ കൂടാരങ്ങളിൽ ഇവർ വന്ന് പാർക്കുമ്പോൾ യഹോവ ഇവരെ അത്ഭുതകരമായി നടത്തി മരുഭൂമിയിൽ ഇവർക്ക് സമൃദ്ധി നൽകി. ആ ദൈവത്തിൻ്റെ മഹത്വത്തെ ഇവർ വർണ്ണിക്കാൻ വേണ്ടിയിട്ടും ദൈവത്തിൻ്റെ മഹത്വത്തെ സമൃദ്ധിയായി നടത്തി ആ ദൈവത്തിൻ്റെ ടെസ്റ്റ് മണി അടുത്ത ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ ഇവർ ആഘോഷിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ വിളിച്ച് പറഞ്ഞത്, ഞങ്ങൾക്കൊരു ഓൾമൈറ്റി ഗോഡുണ്ട്, ഞങ്ങൾക്കൊരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവം ഞങ്ങൾ ഒന്നുമില്ലാതിരുന്ന സമയത്ത്, മരുഭൂമിയിലൂടെ ഞങ്ങൾ നടക്കുന്ന സമയത്ത് ഞങ്ങളെ അതിശയകരമായി പോഷിപ്പിച്ചു. ആ മരുഭൂമിയിൽ ഞങ്ങളെ പോഷിപ്പിച്ചു. ഞങ്ങൾക്ക് മന്ന നൽകി ഞങ്ങളെ പോഷിപ്പിച്ചു. ഞങ്ങൾക്ക് കാട് ഇറച്ചികളെ നൽകി ഞങ്ങളെ പോഷിപ്പിച്ചു. മരുഭൂമിയിൽ ഞങ്ങൾക്ക് വെള്ളത്തെ നൽകി ഞങ്ങളെ പോഷിപ്പിച്ചു. ഞങ്ങളുടെ വസ്ത്രം അഴുകിപ്പോകാൻ ദൈവം അനുവദിച്ചില്ല. ഞങ്ങളുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. ഒരു നായ പോലും ആ സമയത്ത് ഇസ്രായേലിൻ്റെ നേരെ തല ഉയർത്തി നിന്നില്ലെന്ന വചനം പറയുന്നത്. അതിശയകരമായിട്ടും സൂപ്പർ നാച്ചുറലി മഹത്വകരമായിട്ടും ശ്രേഷ്ഠമായിട്ടും മരുഭൂമിയിലൂടെ നടത്തി കൂടാരങ്ങളിൽ പാർപ്പിച്ച ഒരു ടെസ്റ്റ് മണി സാക്ഷ്യം അടുത്ത ജനറേഷനിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കൂടാര പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഹല്ലേലൂയ. അവർ പറയുന്നത്, ഞങ്ങളുടെ മധ്യസ്ഥനായ മോശയിലൂടെയാണ് ഞങ്ങളെ നടത്തിയത്. ഇവരുടെ വിശ്വാസം ഇതാണ്. ആ സമയത്ത് പഴയ നിയമത്തിലുണ്ടായിരുന്ന ഇവരുടെ ലീഡേഴ്സ് അവിടെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അങ്ങനെ ഒരു വിശ്വാസം ഇവരുടെ ഇടയിലുണ്ട്. അതിന് അവർ പ്രത്യേകമായ ഗാനങ്ങൾ, അവരെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള സ്തോത്രഗാനങ്ങൾ, സങ്കീർത്തനങ്ങളെല്ലാം ആ സമയത്ത് അവർ പാടും.
ഹല്ലേലൂയ, ആമേൻ. ആ സമയത്ത് പുരോഹിതൻ അവസാന ദിവസം അൽത്താരയുടെ ചുറ്റും 7 തവണ നടന്നിട്ട് 118-ാം സങ്കീർത്തന ഗാനപ്രതിഗാനമായി അവർ പാടി ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ സങ്കീർത്തനത്തിന്റെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: Say now, I beseech you, O Lord, I beseech you, send now your prosperity. Hallelujah, amen. O Jehovah, we beseech you, send now the prosperity. Save now, I beseech you, O Lord, I beseech you, cause us to prosper now. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് ആ സങ്കീർത്തനം പാടി ആൽത്താരയുടെ ചുറ്റും 7 തവണ ഒരു പുരോഹിതൻ നടന്ന് ഈ സങ്കീർത്തനം പാടുന്നത് നമുക്ക് അവരുടെ കൂടാരപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായി അവർ പാടുന്നതാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവത്തോട് അവർ പറയും, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. കാരണം അവരുടെ മോശ വരുമെന്ന് അവർ ഡിക്ലെയർ ചെയ്യുന്നു. അതുമാത്രമല്ല, അവരൊരു മിശിഹായുണ്ട്. ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്തതുപോലെ ഞങ്ങളുടെ രക്ഷകനായി, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായി, നിത്യരാജാവായി മിശിഹ വരുമെന്ന് അവർ ഡിക്ലെയർ ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് ഇവർ നിഴലായി ചെയ്യുമ്പോൾ പൊരുളായ ഇവരുടെ മിശിഹായ ക്രിസ്തു ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ആ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ ഇവർ ഈ നിഴലിൽ നിന്നുകൊണ്ട് ടാബർനാക്കിൾ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ സുക്കോത്ത് ഇവർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിനകത്ത് ആ ടാബർനാക്കിൾ ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ യേശു അവരുടെ കൂടെ, അവരുടെ മിശിഹായ യേശു ലിറ്ററലി അവിടെ വെളിപ്പെട്ടിരിക്കുക. പക്ഷേ അവരുടെ കണ്ണുകൾ മറയപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ദൈവമക്കളെ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുക, ഇന്നൊരു ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ നിങ്ങളുടെ ഒരു സെലിബ്രേഷനായി മാറട്ടെ. നിങ്ങളുടെ മശിഹ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു. നിങ്ങളെ വീണ്ടെടുക്കുന്ന മശിഹ നിങ്ങൾക്ക് വേണ്ടി ആമേൻ അവതരിച്ചിരിക്കുന്നു. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനങ്ങളെ മരുഭൂമിയിലൂടെ നടത്തിയതുപോലെ, അതിശയകരമായി നടത്തിയതുപോലെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ മിശിഹ അത്ഭുതകരമായി, അതിശയകരമായി നമ്മളെ നടത്തുന്നു. 118-ാം സങ്കീർത്തനം 25-ാമത്തെ വാക്യം ഞാൻ ഡിക്ലെയർ ചെയ്യുക: കർത്താവ് നിങ്ങളെ രക്ഷിക്കുകയും ആമേൻ നിങ്ങളുടെ മേൽ അനുഗ്രഹത്തെ കൈമാറുകയും ചെയ്യും. ആമേൻ. അവർ പറഞ്ഞു, ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്ന് കർത്താവ് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. നിങ്ങളുടെ മേൽ ആ അനുഗ്രഹത്തെ, ആ പ്രോസ്പെരിറ്റിയെ പകർന്നിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. ആ പ്രോസ്പെരിറ്റിയുടെ ഹെബ്രായ പദം സലാക്ക് എന്നാണ്. ആമേൻ. നിങ്ങളെ പ്രോഗ്രസ് ചെയ്യുന്ന ആ ഫലം, നിങ്ങളെ പ്രോഗ്രസ് ചെയ്തിരിക്കുക, നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കി മാറ്റിയിരിക്കുക, നിങ്ങളെ പ്രോസ്പർ ആക്കി മാറ്റിയിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളെ ആത്മീകമായി സക്സസ്ഫുൾ ആക്കി, ജയകരമാക്കി നിങ്ങളെ മാറ്റിയിരിക്കുക. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ മശിഹായ ക്രിസ്തു അത് യഹൂദന്മാർക്ക് മനസ്സിലായില്ലെങ്കിലും ജാതികളായ ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തന്നതിനായി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ജാതികളായ ഞങ്ങൾക്കത് ആ മിശിഹായെ നൽകിയതിനായി, ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പ് നൽകിയതിനായി സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് നിങ്ങൾ ആ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കലിനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്താട്ടെ. ആ സുക്കോത്തിനെ നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്താട്ടെ. കാരണം പാപത്തിൻ്റെ അതിക്രമത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, ശാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്ത് ക്രിസ്തുവെന്ന കനാനിലേക്ക് നിങ്ങളെ നടത്തിയ നിങ്ങളുടെ മിശിഹായ ക്രിസ്തുവിൻ്റെ ആ ഫീസ്റ്റിനെ, ഉത്സവത്തെ നമുക്ക് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം. യഹൂദന്മാരെക്കാട്ടിലും അധികമായി ആ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കലിനെ, ആ ഫീസ്റ്റ് ഓഫ് ബൂത്ത്, ആ സുക്കോത്തിനെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്, ആഘോഷിക്കേണ്ടത് നമ്മളാ. കാരണം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ശാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ അത്ഭുതകരമായി വീണ്ടെടുത്ത, നമ്മളെ രക്ഷിച്ച നമ്മുടെ മധ്യസ്ഥനായ ക്രിസ്തുവിനെ, ഓ ജീസസ്, ഹല്ലേലൂയ, ആമേൻ, ആ ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഇന്ന് ഒരു ഫീസ്റ്റ് ഓഫ് ടാബർനാക്കലിന്റെ എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. യഹൂദന്മാർ തൻ്റെ തലമുറകൾക്ക് ആ സാക്ഷ്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആമേൻ വെളിപ്പെടുത്തി കൊടുത്താട്ടെ. ആ ടെസ്റ്റിമണിയെ പറഞ്ഞു കൊടുത്താട്ടെ. നിങ്ങളെ വീണ്ടെടുത്ത ഒരു മിശിഹായുണ്ട്. സൂപ്പർനാച്ചുറൽ പ്രൊവിഷനിൽ നിങ്ങളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. അവർ മിസ്രൈമിനെ കൊള്ളയിട്ടു എന്ന് പറഞ്ഞാണ് അവർ ആ പുറപ്പാട് തുടങ്ങിയത്. എന്നാൽ അവരുടെ കൊള്ളയിട്ട് അവരുടെ കാര്യത്തിലുള്ള ഒരു നന്മ പോലും എടുക്കാൻ ദൈവം അനുവദിച്ചില്ല. അവർ ഒരു പണം കൊടുത്ത് വെള്ളം മേടിക്കാൻ ദൈവം അനുവദിച്ചില്ല. കർത്താവ്
അതെല്ലാം ദാനമായി സൂപ്പർ നാച്ചുറൽ പ്രൊവിഷനിൽ അവരുടെ കരത്തിൽ കൊടുത്തു. അവർ ഒരു നന്മയും എടുത്ത് ആമേൻ അവർ വഴി നടത്തി എന്ന് പറയാൻ ദൈവം അനുവദിച്ചില്ല. മറിച്ച് മരുഭൂമിയിൽ അവരെ സമൃദ്ധിയായി നടത്തി. ഇന്ന് നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ, പക്ഷേ നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കാൻ തുടങ്ങിയാൽ, കർത്താവിൻ്റെ കരങ്ങളിൽ കേൾപ്പിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ നന്മ കൊണ്ടല്ല, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ നിങ്ങളെ അത്ഭുതകരമായി എൻ്റെ പിതാവ് നടത്താൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ഇസ്രായേൽ ജനങ്ങളെ ഒരു മോശയിലൂടെ ദൈവം നടത്തിയതുപോലെ ക്രിസ്തുവേശുവിൽ നിങ്ങളെ അനുഗ്രഹമായി, അത്ഭുതകരമായി, അതിശയകരമായി എൻ്റെ സ്വർഗം നിങ്ങളെ നടത്താൻ പോകുക. ആമേൻ. നിങ്ങളുടെ മധ്യസ്ഥനായി ക്രിസ്തുവിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്താട്ടെ. നിങ്ങളുടെ മധ്യസ്ഥനായ ക്രൈസ്റ്റിലേക്ക് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താട്ടെ. ആ ക്രൈസ്റ്റിനെ നിങ്ങളൊന്ന് സ്വീകരിച്ചാട്ടെ. ക്രിസ്തുവിൽ നിറഞ്ഞാട്ടെ. നിങ്ങളുടെ സകലത്തിൻ്റെയും സൊല്യൂഷനായ ക്രിസ്തുവിനെ നിങ്ങളൊന്ന് സ്വീകരിച്ചാട്ടെ. ആ ക്രിസ്തുവിലൊന്ന് നിറയപ്പെട്ടാട്ടെ. ആ ക്രിസ്തുവിനോട് ചേർന്ന് നടന്നാട്ടെ. ഒരു ഫീസ്റ്റ് ഓഫ് ടാബർനാക്കലിന്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. ഒരു ഫീസ്റ്റ് ഓഫ് ടാബർനാക്കലിന്റെ അനുഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. മോശ ഇസ്രായേൽ ജനങ്ങളെ നടത്തിയതുപോലെ, മരുഭൂമിയിലൂടെ സമൃദ്ധിയായി നടത്തിയതുപോലെ, അനുഗ്രഹമായി അത്ഭുതകരമായി നടത്തിയതുപോലെ നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഗ്രഹത്തിന്റെ അത്ഭുതത്തിന്റെ അനുഭവം നിങ്ങളുടെ ലൈഫിൽ ഇന്നു മുതൽ, ഈ സമയം മുതൽ സംഭവിക്കാൻ പോകുക. ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈലിനെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ഒരു ഇൻ ക്രൈസ്റ്റ് ബ്ലെസ്സിങ്ങിനെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ഒരു ക്രൈസ്റ്റ് ഗ്ലോറിയെ നിങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു മഹത്വകരമായ അനുഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. ഇനി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ല, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജീവിത രീതിയല്ല, സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈൽ. ഹല്ലേലൂയ. സ്വർഗം തുറന്ന് അവർക്ക് മന്ന പൊഴിച്ചു കൊടുത്തതുപോലെ, കാടയിൽ നിന്ന് അവർക്ക് ഇറച്ചി കൊടുത്തതുപോലെ, അവരുടെ കൈയെത്തി പിടിക്കുന്ന അളവിൽ അവർക്ക് മാംസം കൊടുത്തതുപോലെ, പാറയിൽ നിന്ന് അവർക്ക് വെള്ളം കൊടുത്തതുപോലെ, നിങ്ങളുടെ കരം എത്തിപ്പിടിക്കുന്ന അനുഭവത്തിൽ, നിങ്ങളുടെ കരം എത്തിപ്പിടിക്കുന്ന അളവിൽ നിങ്ങൾക്ക് നന്മകളെ, വാഗ്ദത്തങ്ങളെ സ്വർഗം റിലീസ് ചെയ്ത് തരാൻ പോകുക. സകല നന്മകളും നിങ്ങൾ കൈയെത്തിപ്പിടിക്കുന്ന അളവിൽ, നിങ്ങൾ നിലത്തുനിന്ന് പുറക്കിയെടുക്കുന്ന അളവിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് റിലീസ് ചെയ്ത് തരാൻ പോകുക. മരുഭൂമി അനുഭവത്തിൽ നിങ്ങൾക്ക് ദാഹം തീർക്കുന്ന അളവിൽ ജീവജലത്തിന്റെ നദി നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ഒരു ഫീസ്റ്റ് ഓഫ് ടാബർനാക്കൽ എന്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുക. ആമേൻ. ഒരു ഫീസ്റ്റ് ഓഫ് ടാബർനാക്കൽ എന്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുക. അതൊരു ടെമ്പററി ഷെഡ് അല്ല, ഒരു പെർമനന്റ് സൊല്യൂഷൻ, ഒരു പെർമനന്റ് ഷെഡ്, ഒരു പെർമനന്റ് റെസിഡന്റ് നിങ്ങളുടെ ലൈഫിനകത്ത് സ്വർഗം റിലീസ് ചെയ്യാൻ പോകുക. കാരണം നിങ്ങളുടെ നശിക വെളിപ്പെട്ട് കഴിഞ്ഞു. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി, അതിശയകരമായി നടത്താൻ പോകുക. ഇന്ന് നിങ്ങൾ അതിന്റെ റിസൾട്ടിനെ കാണാൻ പോകുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.